ഹലോ, ഞങ്ങളിപ്പോഴത് പാലക്കാട് കാശിന്റെ പാതിയായ കൽപ്പാത്തിയിലുണ്ടോ. വരുന്ന 14, 15, 16 തീയതി അതിമനോഹരമായ ലോക ഫേമസ് ആയ കൽപ്പാത്തി തേര് ഉത്സവം ഇവിടെ നടക്കുകയാണ്. ഒരുപാട് മനോഹരമായ കാഴ്ചകളുണ്ട്, നമുക്ക് കണ്ടാലോ. കൽപ്പാത്തി രഥോത്സവത്തിന് അനേകം വർഷത്തിന്റെ പാരമ്പര്യമുണ്ട്, ചരിത്രമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ നടക്കുന്ന ഉത്സവത്തില് സർവശ്രേഷ്ഠിയാണ്. സർവ്വജനങ്ങൾക്കും വന്ന് പങ്കെടുക്കാവുന്ന വിധത്തിലുള്ള ഉത്സവ പരിപാടികളാണ് ഈ രഥോത്സവത്തിന്. ക്ഷേത്രത്തിലെ ഭഗവത് സന്നിധിയിലെ പ്രാർത്ഥനകൾ, ചതുർവേദ പാരായണം, പൂജകള്, ഉത്സവ യാഗശാല പൂജകളൊക്കെ തന്നെ നടക്കും. ഭക്തജനങ്ങൾക്ക് അത് ഭാഗഭാക്കാവുന്നതാണ്. അതോടൊപ്പം കലാഭൂമിയാണ് കൽപ്പാത്തി. നൃത്ത സംഗീതോത്സവം ഇന്നലെ സമാരംഭിച്ചിട്ടുണ്ട്. നൃത്തം, സംഗീതം ആസ്വാദകർക്കും വന്ന് ചേർന്ന് ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്ന വിധത്തിൽ ഉത്സവം ക്രമീകരിച്ചിട്ടുണ്ട്. രഥം എന്ന് പറയുന്നത് സഞ്ചരിക്കുന്ന ക്ഷേത്രമാണ്. ഭഗവാൻ രഥവീതിയിലൂടെ പ്രയാണം ചെയ്ത് സർവ്വജനങ്ങളെ അനുഗ്രഹിക്കുന്നു. ആ രഥം ഒരാളല്ല വലിക്കുന്നത്, സർവ്വഭക്തജനങ്ങളും ചേർന്നാണ് വലിക്കുന്നത്. അത് തന്നെ ഒരു ഐക്യത്തിന്റെ പ്രതീകമാണ്. അങ്ങനെ സർവശ്രേഷ്ഠി, സർവമൈത്രി, ഐക്യം, ഇതൊക്കെ വിളിച്ചോതുന്ന ഒരു വലിയ ഉത്സവമാണ് രഥോത്സവം. ജനങ്ങൾ ഇതിൽ പങ്കെടുത്തുകൊണ്ട് വൻപിച്ച് വിജയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ ഇവിടെ നമ്മുടെ കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത്. വരുന്ന 14, 15, 16 തീയതി അതിഗംഭീരമായ ഉത്സവങ്ങളാണ്. സ്വാമി പറഞ്ഞു ഒരുപാട് അത്ഭുതങ്ങളും ലോക പ്രസക്തിയായ ഒരുപാട് കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. അത് നിങ്ങൾ വരുന്ന 14, 15, 16 തീയതി വരുമ്പോൾ ദയവായി എല്ലാവരും ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് തിരക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദയവായി എല്ലാവരും ശ്രദ്ധിച്ചു വരും കേട്ടോ.